വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്കും എൻ്റെ ബ്ലോഗിലേക്കും എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എൻ്റെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവത്തിൻ്റെ കുറച്ച് കാഴ്ചകളിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കേട്ടോ. ഇത് വേറും ഒരു ഉത്സവമല്ല കേട്ടോ. നമ്മുടെ നാട്ടുകാരുടെ സന്തോഷവും ഒരുമയും കാണിക്കുന്ന ഒരു വലിയ ആഘോഷം തന്നെയാണ് ഈ ഉത്സവം എന്ന് പറഞ്ഞാൽ. അത് ഓരോരുത്തരുടെയും മുഖത്ത് ആ സന്തോഷം നമുക്ക് എടുത്തറിയാൻ പറ്റും. ഇവിടെ നമ്മുടെ മലനിറക്കാർ മാത്രമല്ല ആഘോഷിക്കുന്ന, പല നാട്ടിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട് ആഘോഷത്തിനായിട്ട്. അതേപോലെ തന്നെ ഉത്സവം എന്ന് വെച്ചാൽ വീട്ടിലെ വിശേഷങ്ങളും വീട്ടുകാരെയും കാണിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് പൂർണ്ണമാകുന്നത്? ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളു കേട്ടോ. അപ്പം അപ്പുറത്ത് ചോറ് വെക്കുന്നുണ്ട്. അമ്മ വെളിയിൽ വെച്ചാണ് ചോറ് വെക്കുന്നത്. നീ അപ്പുറത്തോട്ട് പോകാം. എൻ്റെ അമ്മയെ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടില്ലേ. എന്നെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സൂപ്പർ വുമൺ എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരാളാണ് എൻ്റെ അമ്മ. അതേപോലെ തന്നെ എൻ്റെ അച്ഛനെ നിങ്ങൾക്കറിയാം. ഞാൻ ഇതിനകത്ത് അധികം കാണിക്കുന്നില്ല, കാരണം ഇതിനകത്തിലില്ല ആൾ. ഉത്സവമൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ടൊക്കെ പോയേക്കാണ്. ആളിനെ കണ്ടാൽ കാണുമ്പോൾ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാണെന്ന് തോന്നുമെങ്കിലും പക്ഷേ ഉള്ളു മൊത്തം സോഫ്റ്റാണ്. ആളൊരു പാവമാണ്. പിന്നെ അമ്മ തൻ്റെ വെളിയിൽ വെച്ച് ചോറ് വെക്കുന്നുണ്ട്. പിന്നെ അമ്മയുടെ അടുത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പൂപ്പനാണ്. അപ്പൂപ്പനെ നിങ്ങൾ വീഡിയോയ്ക്കകത്ത് കണ്ടിട്ടുണ്ടായിരിക്കും, എൻ്റെ പല വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഉത്സവ ദിവസം ആയിക്കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, അത് തന്നെ വേറെ ആയിരിക്കും അല്ലേ. ചിരിയും സന്തോഷവും ചെറിയ ചെറിയ തർക്കങ്ങളും എല്ലാം ചേർന്നിട്ട് നല്ല കോമഡി ആയിരിക്കും അല്ലേ. അപ്പോൾ അതാ നമുക്കെല്ലാം ആയിട്ടുണ്ട്. ചോറ് വെന്തിട്ടുണ്ട്, വലിയ പാത്രത്തിലാണ്. ഇവിടെ മലയുടെ ഉത്സവം ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഏത് അറിയാത്ത ആൾക്കാർ വന്ന് ഫുഡ് ചോദിച്ചാലും ആരെയും ആഹാരം കൊടുക്കാതെ വിടത്തില്ല. അങ്ങനെയാണ് അവിടെ കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ ചോറും കറി, സാമ്പാർ, പുളിശ്ശേരി, അവിയൽ, തോരൻ, പച്ചടി, കിച്ചടി, പപ്പടം, ഇഞ്ചി, നാരങ്ങ, മാങ്ങ, എല്ലാ സാധനങ്ങളും നമുക്ക് സെറ്റായിട്ടുണ്ട്. ഇറച്ചിക്കറി നമ്മൾ ചിക്കനായിരുന്നു വാങ്ങിച്ചത് ഇപ്രാവശ്യം കേട്ടോ. എല്ലാ പ്രാവശ്യം നമ്മൾ ബീഫാണ് വാങ്ങിക്കുന്നത്, ഇപ്രാവശ്യം നമ്മൾ ചിക്കനാണ് വാങ്ങിച്ചത്. ഒന്ന് മാറ്റി പിടിച്ചു. അങ്ങനെ പിന്നെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ പ്രധാന കാഴ്ചകൾ. ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് എല്ലാ വർഷവും എൻ്റെ ആ ഒരു കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർമ്മ വരും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ജോലിയൊന്നും ചെയ്യേണ്ട, വെറുതെ നിന്ന് ഉത്സവം കണ്ട് ഫുഡ് അടിക്കുക, ഐസ് വാങ്ങിക്കുക, കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കുക, അതൊക്കെ. പിന്നെ എന്തൊക്കെയോ നെസ്റ്റാൾജിക്കായിട്ട് എനിക്ക് ഓർമ്മ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചായിരുന്നു. അമ്മയും ഞാനും ചാച്ചനും കൂടെ ആയിരുന്നു ഇരുന്നത്. ഞാനും ചാച്ചനും എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അപ്പൂപ്പൻ വന്നിരുന്നു. അമ്മയും അപ്പൂപ്പനും കൂടെ ആയിരുന്നു കഴിക്കുന്നത്. അമ്മയ്ക്ക് കാല് വേദനയൊക്കെ ഉണ്ട്, കാലൊക്കെ നീട്ടിയിട്ടാണ് ഇരുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കുതിരയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ 7 കരയാണ്. 6 കരയ്ക്ക് കുതിരയും 1 കരയ്ക്ക് കാളയാണ്. അത് ഇടയ്ക്കാട് കരയുടെ കാള ഞങ്ങളുടെ അവിടെ വെച്ചാണ് കെട്ടിയത്. പിന്നെ ഇതെല്ലാം നമുക്ക് ആളുകൾ തോളിൽ ചുമന്നാണ് ആ മലപ്പുറത്തൂടെ കയറി, ഒരു മലയുണ്ട്, അതിലേക്കൂടെ കയറി അമ്പലത്തിന് പ്രദക്ഷിണം വെക്കുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യവും നിയമവും കാര്യങ്ങളൊക്കെ കേട്ടോ. നിയമമല്ല, അങ്ങനെയാണ് ഒരു കീഴ്വഴക്കം. അപ്പോൾ കുതിരകളെല്ലാം കയറിപ്പോയി. പിന്നെ കാളയും പിടിക്കുന്നുണ്ടായിരുന്നു. ഇതാ ഇവിടെ ഒരാളിരുന്ന് ഉത്സവം കാണുന്നുണ്ട്. എന്തുവാണെന്ന് അറിയത്തില്ല, അവൾ നന്നായിട്ടിരുന്ന് ഉത്സവം ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. എവിടെയായാലും ഇത്തരം നിമിഷങ്ങൾ തന്നെയാണ് നമ്മളെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ച് കൊണ്ടുവരുന്നത്. ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ. സ്നേഹപൂർവ്വം, രേഷ്മ.